നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാവേരിയെ തൊട്ട് കളിക്കാൻ വിജയ്ക്ക് ഭയമാണ്. ഇപ്പോഴിതാ മുല്ലപ്പെരിയാറിൽ കയറി പിടിച്ച് വിജയ് കേരളത്തിൻ്റെ ശകാരം കേൾക്കുകയാണ്. ഇന്നലെയായിരുന്നു തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിൽ ഏറെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉയരം കൂട്ടുമത്രേ. ബജറ്റ് അവതരണത്തിനിടയിൽ ധനമന്ത്രി എൻ മരിയ വിൽസനാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തമിഴ്നാട് നിയമസഭ ഇളകി പറഞ്ഞു. എല്ലാവരും കൈയടിച്ച് ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചു. കാവേരി നദിയിൽ നിന്ന് അർഹതപ്പെട്ട ജലം തമിഴ്നാട് നേടിയെടുക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്താനുള്ള അനുമതി നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. എന്നാൽ കേരളം ആശങ്ക ഉന്നയിച്ചതോടെ ഇത് 136 അടി എന്നതിൽ പരിമിതപ്പെടുത്തി. നിലവിലെ പ്രഖ്യാപനത്തോടെ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് തമിഴ്നാട് കടക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തും എന്ന തമിഴ്നാട് പ്രഖ്യാപനത്തിനെതിരെ കേരളം ഒന്നടങ്കം അണിനിരന്നു. വിഷയത്തിൽ തമിഴ്നാടിന് ഔദ്യോഗികമായി പ്രതിഷേധമറിയിക്കുമെന്ന് ജലസേചന മന്ത്രി മോൻസ് ജോസഫ് പറയുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആവശ്യമായാൽ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് മോൻസ് ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനിടയിൽ വിജയ് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളെ രഹസ്യമായി കണ്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നു. ഒരു സാഹചര്യത്തിലും മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ല എന്നാണ് മോൻസ് ജോസഫ് പരസ്യമായി പറയുന്നത്. കേരളത്തെ ആരെങ്കിലും ഒറ്റുകൊടുത്തോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം. 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ലെന്നാണ് മന്ത്രി പറയുന്നത്. നിലവിലുള്ള കരാറുകളും ട്രൈബ്യൂണലുകളും വിധികളും കോടതി നിർദ്ദേശങ്ങളും അനുസരിച്ച് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്നാണ് തമിഴ്നാടിൻ്റെ നിലപാട്. ജലവിഭവ വകുപ്പിലെ പ്രധാന ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം മോൻസ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ സർക്കാർ അടിയന്തരമായി വിളിച്ചു ചേർത്തു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. തമിഴ്നാട് നിയമസഭയിലെ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ജലസേചന മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തി. സ്ഥിതിഗതികൾ അത്യന്തം ഗുരുതരമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന അടിസ്ഥാന നിലപാടിൽ നിന്ന് തമിഴ്നാട് പിന്നോക്കം മാറിയിരിക്കുന്നു. പകരം ഉള്ള ഡാമിനെ ബലപ്പെടുത്തി കൂടുതൽ ഉയരം കൂട്ടുകയാണ് തമിഴ്നാടിൻ്റെ ലക്ഷ്യം. കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. അടിയന്തരമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിജയെ നേരിൽ കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്തണം. കേരള ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ ഒരു നിലപാടാണ് കേരളം മുൻപ് ആവശ്യപ്പെട്ടത്. 2026 ഡിസംബർ 31 മുൻപ് നിർവഹിക്കേണ്ടതായ ഡാം സുരക്ഷാ പരിശോധന തമിഴ്നാട് ഇതുവരെ നടത്തിയിട്ടില്ല. 131 വർഷത്തെ കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കേരളത്തിൽ ഏറ്റവും കടുപ്പത്തിലിരിക്കവെയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഇത്തരം നീക്കങ്ങൾ. ഇപ്പോൾ തമിഴ്നാട് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടെ നിലപാടിനും നിർദ്ദേശത്തിനും നിരക്കാത്തതാണ്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല ദേശീയ കാഴ്ചപ്പാടിന് പോലും യോജിക്കാത്ത നിലപാടാണ് തമിഴ്നാട് കൈക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകളും ആശങ്കകളും നമുക്ക് മുന്നിലുണ്ട്. സി ജോസഫ് വിജയ് ജനങ്ങളുടെ കയ്യടി നേടാനായി ഇപ്പോൾ നടത്തിയ ഈ പ്രഖ്യാപനം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കും. സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും അക്കാര്യങ്ങളിലൊന്നും ഇതുവരെ യാതൊരുവിധ നിലപാടുകളോ നടപടികളോ തമിഴ്നാട് സ്വീകരിച്ചിട്ടില്ല. ഡാം സേഫ്റ്റി അതോറിറ്റി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെച്ചതാണ്. ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട്. ആ കാര്യങ്ങൾ പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ ഒരു വിധത്തിലും പാലിക്കാത്ത തമിഴ്നാട് ഡാമിൻ്റെ ഉയരം കൂട്ടുമെന്ന് പറഞ്ഞ് കളത്തിലിറങ്ങിയത് കേരളത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. 142 അടിയായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് നിജപ്പെടുത്തിയത് കേരളത്തിൻ്റെ കൂടി താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. അതിന് മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സുപ്രീം കോടതി തന്നെ പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകരും സിനിമാ നടന്മാരും എവിടെ പോയി എന്ന ചോദ്യം സന്തോഷ് പണ്ഡിറ്റ് ഉയർത്തുന്നു. ഈ പ്രഖ്യാപനം കേരളത്തിനുള്ള റെഡ് അലർട്ടാണ്.
വിഷയത്തിൽ കേരളത്തിലെ സിനിമാ സെലിബ്രിറ്റികൾ, സാംസ്കാരിക നായകന്മാർ ഒന്നും അഭിപ്രായം പറയുന്നില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പരിഹസിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: കാവേരി പോയി കിട്ടി, ഇനി പ്രതീക്ഷ മുല്ലയിൽ. തമിഴ്നാട് ബജറ്റിൽ മുഖ്യമന്ത്രി വിജയ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 142 അടിയിൽ നിന്നും 152 അടി ആയി ഉയർത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കഷ്ടം, കേരളത്തിന് ഈ പ്രഖ്യാപനം റെഡ് അലർട്ടാണ്. നിലവിൽ 136 അടി മാത്രമേ അനുവദനീയമായ പരിധിയുള്ളൂ. അതും ഇതോടെ ഇല്ലാതാകും. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്ത്, കൃഷിനാശം, ഭൂമികുലുക്കം എക്സെട്ര ബാധിക്കുന്ന ഈ വിഷയത്തിൽ കേരളത്തിലെ സിനിമാ സെലിബ്രിറ്റികൾ, സാംസ്കാരിക നായകന്മാർ ഒന്നും അഭിപ്രായം പറയുന്നില്ല. ചിലർക്ക് അഭിപ്രായം പറയണമെങ്കിൽ ഇഫക്റ്റഡ് പാർട്ടീസ് ഓർ വിദേശത്ത് നിന്നുള്ള ഇന്ത്യ വിരുദ്ധരിൽ നിന്നും കോടികൾ കൈക്കൂലി കിട്ടണം. പണം കിട്ടിയാൽ കേരളത്തിൽ നിന്നും ഡൽഹി വരെ എന്നല്ല, ന്യൂയോർക്ക് വരെ ചെന്നും സമരത്തിനിറങ്ങും. ചില സിനിമാക്കാർ ഡൽഹിയിൽ വല്ലതും നടന്നാൽ അഭിപ്രായം പറയൂ. ചില നടീനടന്മാർ രംഗത്തിറങ്ങണമെങ്കിൽ സ്വന്തം സിനിമ റിലീസാകണം. ചിലർ രാഷ്ട്രീയം മാത്രം നോക്കി ഇടപെടും. അതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൽ ഒരു സിനിമാക്കാരനും സിനിമാക്കാരിയും ഇടപെടില്ല എന്നതാണ് സത്യം. എഴുതി വെച്ചു. 136 നിന്നും 152 അടിയോ അതിലധികമോ ആയി ജലനിരപ്പ് ഉയർത്തിയാൽ കേരളം നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നങ്ങൾ സുരക്ഷാപരവും പാരിസ്ഥിതികവുമാണ്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് വലിയ ഭീഷണിയാണ്. അതിനൊന്നും ഒരു വിലയുമില്ലേ? ഡാമിൻ്റെ ബലക്ഷയം വരെ ആശങ്കയാണ്. 100-ലധികം വർഷം പഴക്കമുള്ള സുർക്കിക്കല്ലും മിശ്രിത ഡാമിന്മേൽ കൂടുതൽ പൊക്കം കൂട്ടി മർദ്ദം ചെലുത്തുന്നത് ചോർച്ചയും വിള്ളലുകളും വർദ്ധിപ്പിക്കും. അതോടെ മുല്ലപ്പെരിയാർ ഡാം തകർന്നേക്കും. ഡാം തകർന്നാൽ ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകൾ വെള്ളത്തിനടിയിലാകാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട്. ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വലിയ ഭൂകമ്പ സാധ്യതയുള്ളതാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇനിയും കൂടുതൽ വെള്ളം സംഭരിക്കുന്നത് ഭൂകമ്പ അപകട സാധ്യത കൂട്ടും. കേരളത്തിലെ ജനങ്ങളുടെ ജീവന് കൂടി വില നൽകണം. ഏതായാലും മലയാളികൾ ലൈഫ് ജാക്കറ്റൊക്കെ മുൻകൂട്ടി വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ സിനിമയിലെ ഒരു സീനാണെങ്കിൽ ഡാം പൊട്ടിയാൽ ഉടനെ സിനിമയിലെ ഹീറോ ആയ രക്ഷകൻ പറന്നു വരുന്നു. എന്നിട്ട് 4 ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഒറ്റയ്ക്ക് രക്ഷിക്കും. ഇത് ജീവിതമല്ലേ? ഡാം പൊട്ടിയാൽ നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല, ഓർത്തോ. ഇനിയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ സിനിമാക്കാരോട് ശക്തമായി ഇടപെടാൻ അവരുടെ ആരാധകർ നിർബന്ധിക്കുക. കേരളത്തിലെ ഇത്രയും സീരിയസ് വിഷയത്തിൽ അവർ ഇടപെടുമോ എന്നറിയാലോ. വാൽകഷ്ണം: തമിഴ്നാട്ടിൽ നിലവിൽ കാവേരി ഇഷ്യൂ നടക്കുന്നു. കർണാടക അർഹതപ്പെട്ട വെള്ളം തമിഴ്നാട്ടിൽ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് വിഷയം. പക്ഷേ ഇതും പറഞ്ഞ് കർണാടകയെ ചൊറിയാൻ പറ്റില്ല. വിജയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കർണാടകയിൽ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്നവർ നിലപാടെടുത്തു. അപ്പോൾ കാവേരി വെള്ളം ഒഴിവാക്കി മുല്ലപ്പെരിയാറിൽ നിന്നും അർഹതപ്പെട്ടത് കൂടുതൽ കിട്ടുമോ എന്ന് നോട്ടമിടുകയാണ്. കേരളത്തിൽ പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇനിയിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും കേരളത്തിലെ ചില യൂട്യൂബേഴ്സൊക്കെ സന്തോഷത്തോടെ കുറേ റീൽസ് എടുത്ത് റീച്ച് കൂട്ടും, അത്ര തന്നെ. സന്തോഷ് പണ്ഡിറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. കാവേരി നദീജലത്തെക്കുറിച്ച് സംസാരിക്കാൻ വിജയെ കർണാടകയിൽ അവർ കാലുകുത്തിക്കില്ല. എന്തിന്? ജനനായകൻ എന്ന സിനിമ പോലും അവിടെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ആ ജനങ്ങൾ അനുവദിക്കുന്നില്ല. അത്രയേറെ ശക്തമാണ് കർണാടകക്കാരുടെ വികാരം. നമ്മൾ കേരളക്കാരുടെ തലയ്ക്ക് മുകളിൽ നൃത്തം ചവിട്ടിയാലും ഇവിടെ ആർക്കും പൊള്ളില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.